എന്റെ ആളെ ഒരാള് തൊട്ടാൽ ഞാൻ നോക്കും. അതാണ് ഗുരുവായൂരപ്പൻ. ഭഗവാന് തിരുമേനിനെ വേണമായിരുന്നു. അത് ഒന്ന് ചോദിച്ചാൽ 10 തരുന്ന ആളാണ് ഗുരുവായൂരപ്പൻ. അപ്പൊ ഗുരുവായൂരപ്പൻ ചോദിച്ചു, അത് വേണ്ടിയിരുന്ന ഗുരുവായൂരപ്പ, ലോകത്തിന് ഞാൻ രക്ഷിക്കുന്ന ആളെ കണ്ടോ? നല്ലോണം വേദനിച്ചു. നല്ലോണം വേദനിച്ചു. അവിടെ ഒരു അത്ഭുതം ഉണ്ടായി. എന്നെ പിടിച്ചു കൊണ്ടുപോയതാ. ഇതൊക്കെ എനിക്കും ഗുരുവായൂരപ്പനും മാത്രമുള്ളതാ. അത് ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പന്റെ കൂടെ 55 വർഷമായിട്ട് സന്തത സഹചാരിയായിട്ട് ഇരിക്കുന്ന, ഭഗവാന്റെ ഒപ്പം തന്നെ ഉള്ളത്, ഇപ്പോഴും ഭഗവാന്റെ ഒപ്പം തന്നെ അങ്ങനെ ജീവിതം കൊണ്ടുപോകുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഗുരുവായൂരപ്പന്റെ കീഴ്ശാന്തി കീഴടം രാമൻ നമ്പൂതിരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങൾ അനുസരിച്ചറിയാം. നമസ്കാരം. 55 വർഷം എന്ന് പറയുന്നത് നിസ്സാര കണക്കല്ല അല്ലെ? അപ്പൊ ഇത്രയും വർഷമായിട്ട് ഭഗവാന്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ അതിൽപ്പരം ഭാഗ്യം എന്തല്ലേ? ഈ ഗുരുവായൂരമ്പലത്തിന്റെ അടുത്ത് ജനിച്ചാൽ തന്നെ അതിൽ വലിയ ഭാഗ്യമില്ല. കാരണം ഭൂലോക വൈകുണ്ഠം എന്ന് പറഞ്ഞപ്പോ വൈകുണ്ഠത്തിലാണല്ലോ ജനനം. അത് ജനിക്കുക മാത്രമല്ല ചെയ്തത്, ആ അദ്ദേഹത്തിന്റെ സേവനം തന്നെ പറയാലോ. അല്ലെങ്കിൽ ദാസനായിട്ടാണ്. ജനിക്കുന്നത് ദാസനായിട്ടാണ്, ജീവിക്കുന്നത് ദാസനായിട്ടാണ്, വളരുന്നത് ദാസനായിട്ടാണ്, അവസാനിക്കുന്നത് ദാസനായിട്ട്. അതിന്റെ ഇടയിലൊന്നും ഇല്ല എന്നർത്ഥം. അതിന്റെ ഇടയിൽ ഉണ്ടാവുന്നതൊക്കെ എന്തൊക്കെയോ ഉണ്ടാവണം, പോണു. അത് നല്ലതാവാം, ചീത്തയാവാം, അനുഭവങ്ങളാവാം, സന്തോഷമാവാം, ദുഃഖമാവാം, എല്ലാം ഉണ്ടാവും. ഈ ദുഃഖത്തിനെ ദുഃഖമല്ലാണ്ട് ആക്കി തരണം കൂടി ഗുരുവായൂരപ്പനാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ദുഃഖമാവുന്നത്, അല്ലാതെ ദുഃഖം ഉണ്ടാവുമല്ല. നമുക്ക് ഇഷ്ടമില്ലാത്തൊക്കെ ചീത്ത. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന് ഒക്കെ ഇഷ്ട. ഭഗവാൻ ആരോടും എതിർപ്പില്ല. ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും ഗുരുവായൂരപ്പന്റെ കൂടെയാണ് ജീവിക്കുന്നത്. അതെ, സംശയമില്ല. ഭഗവാന്റെ അടുത്ത് നിന്നൊരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടോ? ആദ്യത്തെ ഒരു അനുഭവത്തിന്റെ ഓർമ്മ പറയാം. 11-12 വയസ്സിൽ ആനപ്പുറത്ത് കയറി തിരിഞ്ഞു. ആനപ്പുറത്ത് കയറി വലിയ ക്രൈസാ. ഒരു കേമത്ത ആനപ്പുറത്ത് കയറാൻ. അന്ന് എന്നൊന്നും ഇങ്ങനെ എതിർപ്പൊന്നും ഉണ്ടാവില്ല. അപ്പൊ കുട്ടിയായിരിക്കുമ്പോ തന്നെ അടിപിടിയാണ്. ആനപ്പുറത്ത് കയറാൻ തിരക്കാം. 12 വയസ്സ്, 74-75 കാലഘട്ടം. ഗുരുവായൂർ കേശവന്റെ പുറത്തൊക്കെ കയറിയാണ്. അതുകൊണ്ട് അത്ര പറഞ്ഞത്. കേശവൻ 76 ചെരിഞ്ഞിട്ടുണ്ട്. ആ ചെരിയണ ദിവസം ഞാൻ ആനപ്പുറത്തുണ്ട്. അതിന്റെ മുകളിൽ ഇറങ്ങിയ ആളാ ഞാൻ. ആനയ്ക്ക് വയ്യാണ്ടായിട്ട്. അന്ന് എന്താ അനുഭവം വെച്ചാൽ, അന്ന് ശിവേലിക്ക് ആനപ്പുറത്ത് കയറി ശിവേലി നടക്കുമ്പോ ഞാൻ ആനപ്പുറത്ത് വീണു. താഴത്തോണ്ട് വീണു. ഉയരത്തുനിന്ന് ഇരിക്കക്കുത്തനെയാണ് വീണു. കുത്തു. ഈ ആനക്കാരൻ പേടിച്ച് വന്ന് എടുക്കാൻ വന്നു എന്നെ പിടിക്കാൻ. അവ തുടരുത് പറഞ്ഞു. തൊട്ടാ ശുദ്ധം മാറും. അവ തുടരുത് പറഞ്ഞു. ഞാൻ ആനപ്പുറത്തേക്ക് തന്നെ കേറി. എനിക്കൊന്നും പറ്റിയില്ല. ഈ ആനപ്പുറത്ത് കയറുക എന്നുള്ളതാണ് എന്റെ ഉത്സാഹേ. അല്ലാണ്ട് ഈ വീണതോ എനിക്ക് വല്ലതും പറ്റുമോ എന്നുള്ളതൊന്നും എന്റെ ചിന്തയ്ക്ക് ശ്രദ്ധയിലില്ല. ഞാൻ ആനപ്പുറത്തേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഓടി വന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ, വൈകിരിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വയ്യായിരുന്നില്ല. എനിക്ക് വയ്യാണ്ടെങ്കിലല്ലേ, ഞങ്ങൾക്ക് വയ്യായിരുന്നില്ല. ഞാൻ അങ്ങനെ കയറിയിരുന്നു. വൈകുന്നേരം ഈ നാമജോതിന് പോകും. പിന്നെ കുറച്ചു നേരം ഭക്തി പ്രഭാഷണം ഉണ്ടായി. മരിച്ചുപോയ ആഞ്ഞമാധവൻ നമ്പൂരിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് എന്താ പറഞ്ഞ വെച്ചാൽ, ഇന്ന് രക്ഷിച്ച കുട്ടിയാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ് പിടിച്ച് കാണിച്ചു. അപ്പോ ചിരിക്കുക ചെയ്ത്. അറിയില്ല ഗൗരവം, അതിന്റെ ഗൗരവം അറിയില്ല. കാരണം വെച്ചാൽ ഇന്ന് രക്ഷിച്ച കുട്ടിയാണ് എന്ന് പറയുമ്പോ ഇത് ഉൾക്കൊള്ളാൻ അറിയില്ലായിരുന്നു. ഇന്ന് ഗുരുവായൂരപ്പൻ രക്ഷിച്ച കുട്ടിയാണ്. അപ്പൊ കാണിച്ചു കൊടുക്കാണ്, ഇന്ന് രക്ഷിച്ച കുട്ടിയാണ്. അപ്പൊ ഇത് പറയുമ്പോ സത്യത്തില് ചിരിയാണ് വന്നത്. എനിക്ക് ഇന്നങ്ങനെ വലുതാക്കിയല്ലോ എന്നുള്ള ചിരി. ഇത് മനസ്സിലായത് കുറെ കഴിഞ്ഞിട്ടാണ്. ഈ രക്ഷിക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ, ശിക്ഷിക്കുന്ന ആളല്ല. ഇത് ഈ അനുഭവം പലർക്കും പല രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് കിട്ടിയത് എന്റെ പോറിൽ പോലും പറ്റിയിട്ടില്ല. എന്റെ കാലുമ്പിലോ കയ്യുമ്പിലോ ഒന്നും പോറിൽ പറ്റിയിട്ടില്ല. അത് സംശയമില്ലാന്ന്. ഇത് അനുഭവം ആയത് കുറെ കഴിഞ്ഞിട്ടാ. ഇതൊരു എന്റെ കുട്ടിക്കാലത്ത് കിട്ടിയ വലിയ അനുഭവമാണ്. ഒരു തിരിച്ചറിവ്. അത് തിരിച്ചറിവ് അന്നല്ലാണ്ടായത് കുറെ കഴിഞ്ഞിട്ടാണ്. ഗുരുവായൂരപ്പന്റെ കേമത്വം. ഗുരുവായൂരപ്പൻ എന്തിനാച്ചാൽ ഞങ്ങളെ മുഴുവൻ വളർത്തി വലുതാക്കി നോക്കി കൊണ്ട് നടക്കുന്നത് ഗുരുവായൂരപ്പനാണ്. നോക്കുന്നുണ്ട്, അതിൽ തർക്കമില്ല. അത് ഇനി ആരെന്ത് പറഞ്ഞാലും വിഷയമില്ലാന്ന്. ഇനി ആരെന്തൊക്കെ മർദ്ദിച്ചാലും കൊള്ളില്ല. അത് നോക്കേണ്ട ചുമതല ഗുരുവായൂരപ്പനാണ്. അത് ആനപ്പുറത്തുനിന്ന് വീണിട്ടുള്ള അനുഭവമാണ് എന്റെ ഒരു ആദ്യത്തെ അനുഭവം. പിന്നെ ഓരോ സെക്കൻഡ്സും അനുഭവങ്ങളാണ്. ഇത്രയും വർഷമായിട്ട് ഭഗവാന്റെ കൂടെ ഒപ്പം എന്നും എണീക്കുന്നത് ഉറങ്ങുന്നത് വരെ ഭഗവാന്റെ ഒപ്പം തന്നെയാണ്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ തിരുമേനി ഒരു 3 മാസം മാറി നിന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലെ? അതെന്തായിരുന്നു കാരണം എന്താന്ന് ചോദിച്ചാൽ, ലളിത, ശ്രീകോവിലിന്റെ വാതിലടച്ചപ്പോ ശബ്ദം ഉണ്ടായി എന്നാണ് പരാതി. പൂജയ്ക്ക് വേണ്ടി വാതിലടച്ചപ്പോ ശബ്ദം ഉണ്ടായി. ഇത് എന്നോട് പറയണത് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാ. ഈ 15 ദിവസം മുമ്പത്തെ വാതിലടച്ചത് ഞാനാണോ തന്നെ എനിക്ക് പറയാൻ അറിയില്ല. കാരണം വെച്ചാൽ ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ഞാനാണോ
അടച്ചതെന്ന് പറയാൻ എനിക്കറിയില്ല. ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയാണല്ലോ ഭരിക്കുന്നത്. ഭരണാധികാരി അവരാണ്. അവര് പറയണതാണ് അർത്ഥവാക്യം. ഇപ്പൊ ശരി, മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കുക, എടുക്കാൻ പറഞ്ഞാൽ എടുക്കുക. അത് അവര്. അപ്പൊ ഞാൻ പറഞ്ഞു 2 കാര്യം. ഒന്ന്, ഞാൻ അങ്ങനെ ശബ്ദം ഉണ്ടാക്കി അടക്കില്ല. പിന്നെ ഞാനാണോ അടച്ചത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഇത് അവർക്ക് ബോധ്യമായില്ല, ചെയ്തില്ല എന്ന് പറയുകയും ചെയ്തു. അവരത് വ്യാഖ്യാനിച്ച് ഞാൻ അവരെ ധിക്കരിച്ചു. മാനേജ്മെന്റിനെ ഞാൻ ധിക്കരിച്ചു എന്ന് പറഞ്ഞു. അതിന് ഞാൻ മറുപടി പറഞ്ഞില്ല, എന്നോട് ചോദിച്ചില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. അന്ന് രാത്രി, ഇത് 15 ദിവസം കഴിഞ്ഞ് എന്നോട് ചോദിച്ച ദിവസം രാത്രി, നാളെ മുതൽ പ്രവൃത്തിക്ക് വരരുത് പറഞ്ഞു. കീഴ്ശാന്തിമാരാണോ സാധാരണ വാതിലടയ്ക്കുക? അല്ല, അവിടെ ഉള്ള ആൾക്ക് അടയ്ക്കാന്ന്. ഒതുക്കിനും അടയ്ക്കാം, കീഴ്ശാന്തിക്കും അടയ്ക്കാം. അവിടെ ഉള്ള കീഴ്ശാന്തി ഉണ്ടാവും, ഒതുക്കിനും ഉണ്ടാവും, മേശാന്തി ഉണ്ടാവും. ഉണ്ടാവണല്ലോ, ഉണ്ടാവണല്ലോ. അതിനാണല്ലോ മണിയൊക്കെ വെച്ചത്. അപ്പൊ മണി വെച്ചത് ശബ്ദം ഉണ്ടാവാനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാനത് അമർത്തി അടച്ചിട്ട് ദേവന്റെ ശ്രീകോവിലിന് അപകടം ഉണ്ടാവുന്ന രീതിയിൽ അടച്ചു എന്നാണ് വ്യാഖ്യാനം. ഒരാള് പരാതിപ്പെട്ടു എന്നാണ് പറയണത്. എനിക്ക് ഇതിന്റെ രേഖയൊന്നും അറിയില്ല, ഞാൻ രേഖയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോ സാമാന്യ നിലയിൽ ഒരു വിശദീകരണമെങ്കിലും എന്നോട് ചോദിക്കണം. ഇങ്ങനെ നിങ്ങളുടെ പേരിൽ ഒരു പരാതി ഉണ്ട്, ആ പരാതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചോദിക്കണം. അത് ഞാൻ പഠിച്ചു വെച്ചത് അതുണ്ടായില്ല. എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു, ഞാൻ മാറി നിന്നു. മാറ്റി നിർത്തിയപ്പോ എനിക്ക് തോന്നി ഇനി മാറ്റി നിർത്തിക്കോട്ടെ തോന്നി. ആരോടും ഒന്നും പറയാറില്ല. എനിക്ക് ഇങ്ങനെ മാറ്റി നിർത്തിയതിന് ദുഃഖം ഉണ്ടോന്നോ പറയില്ല, ആരോട് പറയണ്ടെന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഞാൻ എന്റെ മനസ്സിനെ കുറച്ച് കൊണ്ടുവന്നു. തൊഴാനും കൂടി പോവാണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആ കിഴക്കേ നടക്കൽ ദീപസ്തംഭത്തിന്റെ അവിടെ പോയിട്ട് തൊഴുത് നമസ്കരിച്ച് പോരും. ആ തൊഴുത് നമസ്കരിക്കും, പോരും, ഇവിടെ വന്നിരിക്കും. അങ്ങനെ 1 മാസം, 2 മാസം, 3 മാസം കഴിഞ്ഞു. എന്നെ തിരിച്ചെടുക്കുന്ന ഒരു നടപടി ഉണ്ടായില്ല. തിരിച്ചു കേറിക്കോളാൻ പറഞ്ഞില്ല. ഭഗവാന്റെ അടുത്ത് 3 മാസം മാറി നിൽക്കാണ് ഇത്രയും 55 വർഷത്തിന്. അതെ, അത് ആ മാറി നിൽക്കല് കുറച്ച് കഴിഞ്ഞപ്പോ മാറ്റം വരുന്നുണ്ടോ മനസ്സിനെ നിങ്ങളുടെ സംശയം തോന്നി. എങ്കിലും പിടിച്ചു നിൽക്കണ്ടേ ഞാൻ. ഒന്നുമില്ല പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കാണ് ഞാൻ. ഒന്നും സാരില്ല പറഞ്ഞിട്ട് ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് കേട്ടു ഉത്സവത്തിന് എന്നെ അമ്പലത്തേക്ക് കയറ്റില്ല. അതെന്നെ അപ്പൊ ഒരാളോട് ചോദിച്ചു, അത് വേണ്ടിയിരുന്ന ഒരു ആർപ്പാ, അതെന്നോട് വേണ്ടിയിരുന്നു. അതെന്നെ ഉള്ളിൽ വല്ലാതെ വേദനിപ്പിച്ചു. കുറച്ചല്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യോ അതോ നീ നാട് വിട്ടു പോവോ ഒന്നും അറിയില്ല. നല്ലോണം വേദനിച്ചു. നല്ലോണം വേദനിച്ചു. ആരോടും മിണ്ടാട്ടി. ഇത് കേട്ടപ്പോൾ അതൊരു വല്ലാത്ത കേൾവിയായി. എത്രത്തോളം മഹാപാപം ചെയ്തിട്ടുണ്ടോ ഞാൻ. അന്ന് രാത്രി വൃന്ദാവനത്ത് നിൽക്കൊരു കോളാണ്. നട്ടാൽ വൃന്ദാവനത്ത് വേറൊന്നുമല്ല, എന്നെ സമാധാനിപ്പിക്കാൻ. വിഷമിക്കണ്ട, ഒക്കെ ഗുരുവായൂരപ്പൻ ശരിയാക്കും. അതാരാ വിളിച്ചത്? എന്റെ പരിചയമുള്ള അവിടുത്തെ ഒരു സന്യാസി പോലെ ജീവിക്കുന്ന ആളാണ്. അവർ വൈകുണ്ഠത്തിലിരിക്കണ എന്നെ വൃന്ദാവനത്തിൽ നിന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ എന്നെ ചിന്തിക്കുന്നത്. വിളിച്ചിട്ട് അദ്ദേഹം എന്നെ സമാധാനിപ്പിക്കുകയാണ്. രാമൻ തിരുമേനി ഒട്ടും വിഷമിക്കരുത്, ഞങ്ങളൊക്കെ ഒപ്പുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വിഷമമില്ലാണ്ടിരിക്കാൻ. വളരെ സന്തോഷം എന്ന് പറഞ്ഞു. രാവിലെ നീറ്റപ്പോ എനിക്ക് തോന്നി എന്തിനാ എന്നെ വിളിച്ചത്, എന്തിനാ അദ്ദേഹം എന്നെ വിളിച്ചത് എന്ന് തോന്നി. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് മകനെയും ഭാര്യയും വിളിച്ചു പഠിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പോയാലോ, കുറച്ച് ദിവസം മാറി നിന്നാലോ. ഇവിടുന്ന് ഗുരുവായൂരിന്ന് മാറി നിൽക്കാൻ കാരണം പറഞ്ഞുതരാം. അവിടെ ഉത്സവം നടക്കുമ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? എനിക്കിരിക്കാൻ പറ്റില്ല. അത് എന്നെക്കാൾ അറിയുന്ന ആളാണ് ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ തോന്നിച്ചതാണ് വിളിക്കാനും അങ്ങോട്ട് പോവാനും ഇല്ലെങ്കിൽ ഇത് ചോദിക്കാനും. എടുത്ത വഴിക്കാൻ മകൻ പറഞ്ഞു, അച്ഛൻ ഇഷ്ടം പോലെ ചെയ്തോളൂ, അച്ഛന് സമാധാനമായിട്ട് തിരിച്ചു വന്നാൽ മതി. ഞാൻ അന്ന് രാത്രി വണ്ടി കയറി വൃന്ദാവനത്തിലേക്ക്. ഇവിടുത്തെ ഉത്സവം കഴിയണവരെ ഞാൻ വൃന്ദാവനത്തിലായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞു, അതാണ് എന്റെ അനുഭവം. എന്നെ കൊണ്ടുപോയി എത്തിച്ചത് വൃന്ദാവനത്തിലാണ്. വൃന്ദാവനത്തിൽ രാധാകൃഷ്ണന്മാര് കളിയാടി നടക്കുന്ന സ്ഥലത്ത് വിഹരിച്ച് നടക്കുകയായിരുന്നു ഞാൻ. അവിടെ കാണുകയാണ്, അവിടെ ഇവിടത്തേക്കാൾ ഉത്സവം പോലെ കാണുകയാണ്, ഭക്തി കാണുകയാണ്. വൃന്ദാവനത്തിലെ ഗോവർദ്ധന പർവ്വതത്തിന് 24 കിലോമീറ്ററുള്ള ഗോവർദ്ധന പർവ്വതത്തെ നിത്യേന നടന്ന് പ്രദക്ഷിണം വെക്കുന്നവരെ കണ്ടു. 24 മണിക്കൂർ നാമം ജപിക്കുന്നവരെ കണ്ടു. ഉറക്കെ പാട്ട് പാടുന്നവരെ കണ്ടു. ഇത് മുഴുവൻ നടന്ന് കണ്ടു. 10-20 ദിവസം 10-12 ദിവസം അവിടെ താമസിച്ചു, ഇവിടുത്തെ ഉത്സവം കഴിയുന്നവരെ. അപ്പൊ ഈ ഉത്സവത്തിന് അവിടേക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ, നീ ഇവിടുത്തെ ഭക്തിയല്ലേ കണ്ടത്, ശരിക്കുള്ള ഭക്തി കണ്ടോ എന്ന് പറഞ്ഞയച്ചതാണ് ഗുരുവായൂരപ്പൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ എന്നെ ചിലപ്പോ ഞാനില്ലാണ്ട് ആയാലോ. അതിന് സമ്മതിച്ചില്ല. ഇതൊക്കെ കഴിഞ്ഞ് 10-15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്നത്. തിരിച്ചു പഠിച്ചപ്പോഴേക്കും എന്നെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞ് ഓർഡറായി. ഉത്സവം കഴിഞ്ഞപ്പോൾ തിരിച്ചു കയറിക്കാൻ പറഞ്ഞു. അവിടെ ഞാൻ പതറിയില്ല,
ഞാൻ പോണില്ല അവർ. അതെന്താ അപ്പൊ പോണ്ടാ തോന്നി? അറിയില്ല. ഇവിടുന്ന് ഇവരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ പോണില്ല പറയും. നീ അങ്ങോട്ട് ഇല്ല. ഇതേപോലെ കഴിക്കാൻ നടക്കിൽ പോയി നമസ്കരിച്ച് പോരും. അപ്പൊ അത്രയും മനസ്സിനെ അങ്ങ് ഒലച്ചു കളഞ്ഞു സംഭവം. ഇത് വേദനിപ്പിച്ചു. പിന്നീട് മാറ്റം എന്താ വെച്ചാൽ അമ്മ പറയും ഇങ്ങനെ പറ്റില്ല, പോവാൻ പറ്റില്ല. അപ്പൊ അമ്മയോട് പറയും ഞാൻ പോവാൻ മനസ്സിന് നേരേക്ക് വരുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല പറയും അമ്മ ചീത്ത പറയും. ഇവര് പറഞ്ഞു, കുട്ടികൾ പറയും പറ്റില്ല എങ്ങനെയാൽ, ഭാര്യ പറയും ഇങ്ങനെ പറ്റില്ല പറയും, വരുന്നാ പറ്റില്ല ഇങ്ങനെ. അപ്പൊ ഞാൻ പറയാ എങ്കിലും പോവാണ്ട് പിടിച്ചു നിന്നു. അങ്ങനെ മെയ് മാസത്തില് പിടിച്ചു വലിക്കാൻ ഒരാൾ ഇവിടെ വരികയാണ്. എന്റെ പ്രവൃത്തിയല്ല, അയാളുടെ പ്രവൃത്തി ഞാൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അമ്പലത്തേക്ക് വരണ്ടാ വിചാരിച്ചിരിക്കുകയാണ്. അതാരായിരുന്നു? പേര് പറയുന്നില്ല ഞാൻ. അത് ഗുരുവായൂരപ്പനാണ്. സംശയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അപ്പൊ പറഞ്ഞു രാമേട്ടൻ പറഞ്ഞാൽ പറ്റില്ല, രാമേട്ടൻ വന്നത് കഴിക്കണം. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു വെച്ചു. അല്ല ഞാൻ ഉറപ്പിച്ചിട്ട് പോവാണ്. അയാൾ ഇറങ്ങിപ്പോയി. 2 ദിവസം ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യണം. 2 ദിവസം ഇരുന്ന് ആലോചിച്ചു. അപ്പൊ അതിന്റെ ഇടയിൽ ഏകാശി വന്നു. അപ്പൊ ഏകാശിക്ക് ഞാൻ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ശുദ്ധ ഉപവാസ, ഒന്നും കഴിക്കില്ല. ദശമിയുടെ അന്ന് രാത്രി വെള്ളം കുടിച്ചാൽ ഏകാദശിയും കഴിഞ്ഞ് ദ്വാദശി അന്ന് രാവിലെ വെള്ളം കുടിക്കുള്ളൂ. അപ്പൊ രണ്ടുമില്ല ആരോടും, മൗനവൃതമാണ്. ഏകാശി കഴിഞ്ഞു. ദ്വാദശി അന്ന് അയാൾക്ക് ഞാൻ മറുപടി ഇട്ടു, ഞാൻ കഴിച്ചോളാം ചെയ്തിട്ടു. അത് ശ്രീലകത്തെ പ്രവൃത്തിയായിരുന്നു, ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ കഴിച്ചു. അങ്ങനെ ഞാൻ കയറി തുടങ്ങിയത്. എന്നെ പിടിച്ചു പിടിച്ചു കൊണ്ടുപോയതാ. അവിടെ ഒരു അത്ഭുതം ഉണ്ടായി. ഞാൻ എങ്ങനെ നാളെ രാവിലെ പോകുമ്പോ എന്താ ഗുരുവായൂരപ്പനെ കാണാൻ കൊണ്ടു കൊടുക്കേണ്ടത് എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു. എന്ത് കൊണ്ടുകൊടുക്കണം? കുറച്ച് കാലയിലോ കണ്ടിട്ട് ഒന്നും അറിയില്ല. അപ്പൊ ഒരാളെ വിളിച്ചിട്ട് ഫോണിൽ പറഞ്ഞു നാളെ രാവിലെ 4:30 നേരിക്കാൻ ഒരു പടല കഥയിപ്പോഴും കുറച്ച് വെണ്ണയും കരുതി വെക്കണം, പൈസ രാവിലെ കൊടുക്കാൻ ഫോൺ വിളിച്ച് പറഞ്ഞു. അപ്പൊ അയാള് മറുപടി ഇട്ടു, രാത്രിയാ വിളിച്ചോട്ട് രാവിലെ എവിടുന്നാ കിട്ടാൻ അറിയില്ല, നോക്കിയെടുത്ത് വെക്കാം പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു വെച്ചു. കുറച്ച് പൈസ കയ്യിലെടുത്തു ഭഗവാന്റെ നടക്കിൽ വെക്കാൻ. കുറ്റൻ്റെ ആണോ ഞാൻ ചെയ്ത തെറ്റാണോ എനിക്ക് അറിയില്ലല്ലോ. തെറ്റ് അറിഞ്ഞത് ചെയ്തില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇനി എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അതും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഈ പൈസയും കൊണ്ട് പോകുമ്പോ നടക്കിൽ കദളിപ്പഴം വെക്കുന്ന ഒരാളുണ്ട്. കദളിപ്പഴം ഇങ്ങനെ വിൽക്കും. 2 മണിക്ക് ഞാൻ 1:30 അമ്പലത്തേക്ക് പോവാണ്. തിരുമേനി ഈ പഴം ഒന്ന് കൊണ്ടുപോകും അമ്പലത്തിലേക്ക് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ തരിക ഒരു പടല കദളിപ്പഴം. അത് കൊണ്ടപ്പോ അങ്ങനെ ഞാൻ കയറിയത്. ഭഗവാൻ തിരുമേനി വിചാരിക്കുന്നതിനപ്പുറം ആ ഒരു കദളിപ്പഴ ആള് കൊണ്ട് തന്നല്ലോ. ഞാൻ പോണ വഴിക്ക് അയാൾ തരികയാണ് എന്റെ കയ്യില്. ഇതൊന്ന് കൊണ്ടുപോകും. ഞാൻ എന്തൊക്കെയോ മനോരാജ്യായിട്ടാണ് പോണത്. കാരണം ഞാൻ പോണത് ഒരു പക്ഷേ കുചേലനെ പോലെ ആവാം. എങ്ങനെയാ ഞാൻ ദ്വാരകയിലേക്ക് എങ്ങനെയാ ഞാൻ കാണാൻ പോട്ടത്, കുറെ കാലായില്ലേ കണ്ടിട്ട് എന്നുള്ള പോലെ മനോരാജ്യത്തിനാണ് ഞാൻ പോണത്. ഇവിടെ 1:30 മണിക്ക് നീറ്റ് പോവാണ്. പോണ വഴിക്ക് വഴിയിൽ വെച്ചിട്ട് അയാൾ എന്റെ കയ്യിൽ തരികയാണത്. ഇത് കൊണ്ടുപോകും പറഞ്ഞിട്ട് ഞാൻ അതും കൊണ്ടാണ് പോണത്. അതും ഈ പൈസയും കൊണ്ടാണ് ഞാൻ പോണത്. അത് അല്ല, ഞാൻ എന്താണോ വിചാരിച്ചത് അത് വേണം. അതാണ് നീ എന്താ മനസ്സിൽ വിചാരിച്ചാൽ അത് വേണം എന്നാണ് ഭഗവാൻ നിശ്ചയിച്ചത്. അത് ഞാൻ തന്നോളാന്ന്. എന്റെ കയ്യിലില്ലേ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് പല തരിക ചെയ്തത്. അതെ, അത് സംശയമൊന്നുമില്ല. കാര്യം ആർക്കും അറിയില്ല ഞാൻ കയറി എന്താ വരാണ്ടിരുന്നത്, എന്താ വരാതിരുന്ന, കയറിയ എന്താ കയറിയില്ലെങ്കിൽ എന്താ ആർക്കും അറിയില്ല. അവര് മാർച്ച് മാസത്തിൽ എന്നോട് കയറിക്കൊള്ളാൻ പറഞ്ഞിട്ട് ഞാൻ മെയ് വരെ കയറാതിരുന്ന എന്താന്ന് പോലും ആർക്കും അറിയില്ല. ഇതൊക്കെ എനിക്കും ഗുരുവായൂരപ്പനും മാത്രമുള്ളതാണ്. ഞങ്ങളുടെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയിൽ ആരെയും വെള്ളം ചേർക്കാറില്ല. ഗുരുവായൂരപ്പൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഭഗവാന് തിരുമേനിനെ വേണോ? അത് എനിക്ക് സംശയിക്കാൻ എന്നെ വിട്ടിട്ടില്ലല്ലോ. എന്നെ ഉപേക്ഷിച്ചു എന്ന് ഗുരുവായൂരപ്പൻ വെച്ചാൽ ഞാൻ വൃന്ദാവനത്തേക്കല്ല പോവാ. എന്റെ ജീവിതം ഇല്ലല്ലോ. എന്നെ ഉപേക്ഷിച്ചിട്ടില്ലാന്ന് ഒന്ന് ചോദിച്ചാൽ 10 തരുന്ന ആളാണ് ഗുരുവായൂരപ്പൻ. ഇതാണ് എന്റെ വലിയ ഏറ്റവും വലിയ ആദ്യം ഉണ്ടായ അനുഭവം. വീണിട്ടാണെങ്കിൽ ഇത് വീണോർത്തുന്നെടുത്ത് പൊക്കിയതാണ്. ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തു തന്നെ. അതാ പിടിച്ചു പൊക്കിയതാണ്. ഇത്രയും കാലം മാറ്റി നിർത്തിയപ്പോ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പ്രയാസം ഉണ്ടായിട്ടുണ്ട്, സങ്കടം ഉണ്ടായിട്ടുണ്ട്. ആരോടും പരാതി പറയാൻ പോയില്ല. സ്വയം ആ ഉള്ളില് ഒതുക്കി നിർത്തി. ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടോ? ഭഗവാനോടെ പറഞ്ഞിട്ടുള്ളൂ. ഇന്നും എന്തുണ്ടെങ്കിലും ഭഗവാനോട് മാത്രമേ പറയണ തോന്നാറുള്ളൂ. വേറെ ആരാ നേരേക്ക് തരാന്ന്? ഗുരുവായൂരപ്പനല്ലാണ്ട് ആരാ നമുക്ക് നേരേക്ക് തരാൻ? ഗുരുവായൂരപ്പനേ ഉള്ളൂ നേരേക്ക് തരാൻ. ഗുരുവായൂരപ്പൻ നേരെയാക്കി തന്നാലേ നേരെയാവുള്ളൂ. വേറെ ആള് നേരേക്ക് തന്നാൽ നേരെയാവില്ല. ഇത്രയും 55 കൊല്ലമായിട്ട് ഭഗവാന്റെ അടുത്ത് നിൽക്കണം, ഭഗവാൻ അടുത്ത് കൂടെ കൈ പിടിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. അതിന് ഭഗവാൻ സെലക്ട് ചെയ്തത് തിരുമേനി എന്ന് പറഞ്ഞാൽ അത് ഒരു ഭഗവാന്റെ ഒരു നിശ്ചയമാണല്ലേ. 100% അദ്ദേഹത്തിന്റെ നിശ്ചയം നടക്കില്ലല്ലോ. അദ്ദേഹത്തിന്റെ നിശ്ചയം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം നിശ്ചയിച്ചേ നടക്കൂ. തിരിച്ചെത്തേണ്ടതും അദ്ദേഹത്തിന്റെ നിശ്ചയപ്രകാരമാണ്. ഇത്രയൊരു അനുഭവം ഉണ്ടായല്ലോ ജീവിതത്തില്. അപ്പം ഭഗവാൻ അതിനുശേഷം തിരുമേനിനെ ആ ഒരു സമയത്ത് വൃന്ദാവനത്തിലേക്ക് എത്തുന്നു. അവിടെ പോയ ഒരു അനുഭവിച്ചൊരു അനുഭൂതി അതിനുശേഷം തിരിച്ച് ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരുന്നു. ഭഗവാന്റെ ഒരു ലീലാവിലാസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതല്ലാതെ ഒന്നും അല്ലാതെ നീ ഇവിടെയല്ലേ കണ്ടുള്ളൂ. നിനക്ക് കാണാൻ കുറെ കൂടി ഭക്തിയുള്ള സ്ഥലത്ത് അവിടേക്ക് പോ. അത് പറഞ്ഞില്ലെങ്കിൽ ഗുരുവായൂരപ്പനും ഞാനും അല്ലാണ്ടാവില്ലേ? ഞങ്ങളുടെ നമ്മളെ ബന്ധം നഷ്ടപ്പെടില്ലേ? അതുപോലെ എന്നെ വിടില്ല ഗുരുവായൂരപ്പൻ. ഞങ്ങൾ അകലിന്ന് പോകുന്നവരല്ല.
ഞങ്ങൾ ആരും അകറ്റണ്ട, അങ്ങനെ അകറ്റാകുന്നവരല്ല ഞങ്ങളുടെ ബന്ധം എന്ന് ഗുരുവായൂരപ്പൻ ജനങ്ങളുടെ മുമ്പിലും കൂടി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്, ഭക്തന്മാരുടെ മുമ്പിൽ. ഈ സംഭവം ഭക്തന്മാരെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭക്തന്മാരെ നമസ്കരിക്കണു ഞാൻ കാരണം ലോകത്തിന് ബോധ്യപ്പെടാൻ എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ഗുരുവായൂരപ്പന്റെ കളിയാണ് അത്. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എനിക്കത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലോ. ഈ പിടിച്ചു നിൽക്കാൻ ഒരു പക്ഷേ എല്ലാവർക്കും കഴിഞ്ഞു വരില്ല. പല രീതിയിലാവും. കുടുംബ ബന്ധങ്ങള്, സമൂഹ ബന്ധങ്ങള്, ആളുകളുടെ വ്യാഖ്യാനങ്ങള്, ഇങ്ങനത്തെ അവസ്ഥകള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകള്. എനിക്ക് ഇതൊന്നും വരുത്തിയില്ലല്ലോ. ഇതൊന്നും വരുത്താതെ എന്നെ പിടിച്ചു നിർത്തിയത് ലോകത്തിനത് ഞാൻ രക്ഷിക്കുന്ന ആളെ കണ്ടോ? ഞാൻ രക്ഷിക്കുന്ന ആളാണ്. ഞാൻ രക്ഷിക്കും എല്ലാവരും. ഒരാളെയും ഞാൻ നോക്കാണ്ടിരിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാണ് ഗുരുവായൂരപ്പൻ. ഉറപ്പിച്ച് കാണിച്ചു കൊടുക്കുക ഈ കാലഘട്ടത്തില്. അതേപോലെ എന്റെ ഒപ്പം നടക്കണ എന്റെ ആളെ ഒരാൾ തൊട്ടാൽ ഞാൻ നോക്കും. അതാണ് ഗുരുവായൂരപ്പൻ എന്നാ ഞാൻ വിശ്വസിക്കണം. അതാ ഞാൻ പറഞ്ഞ ലോകത്തുള്ള ഭക്തന്മാര് എന്നെ കണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഞാൻ നമസ്കരിക്കണം. അവരുടെ പ്രാർത്ഥന അത് ഗുരുവായൂരപ്പൻ കേട്ടിട്ടുണ്ടാവും. ഗുരുവായൂരപ്പന്റെ ഒരു ഭക്തന്മാരെയും ഭഗവാൻ കൈവിടില്ല. ഇല്ല, ഒരാളെയും വിടില്ല. ഒരാളെയും കൈവിടില്ല എന്നല്ല, പിടിച്ചു പൊക്കും, കൊണ്ടു നടക്കും. നിനക്ക് വേദനിച്ചാൽ എനിക്ക് വേദന ഉണ്ടാവും എന്ന് പറയുന്നതാണ് ഗുരുവായൂരപ്പൻ. നിനക്ക് വേദനിച്ചാൽ എനിക്കാണ് വേദനിക്കുക. ഒരാളും കരയണത് ഇഷ്ടമല്ല. ഒരിക്കലും ഗുരുവായൂരപ്പൻ ഒരു മനുഷ്യക്കുട്ടീനെയും വേദനിപ്പിക്കില്ല. വേദന ഉള്ളവരുടെ വേദന ഇല്ലാണ്ടാക്കും. വേദനിക്കുന്നവരുടെ മനസ്സിന്റെ ഉള്ളിലെത്തി നേരെയാക്കി എടുക്കും. സംശയമൊന്നുമില്ല. ഞാൻ അനുഭവസ്ഥനാണ്. ഓരോ നിമിഷവും അനുഭവസ്ഥനാണ്. ഒരു മാറ്റമില്ല.